ഹലോ ഗൈസ്, അപ്പോ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ? ഞാനിതപ്പോഴേ രാവിലെ ഉണ്ടല്ലോ ഇവിടെ കപ്പ പോകുമ്പോ ഞാൻ വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വൈകിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ വാങ്ങിച്ചു വെച്ചത്. നല്ല കപ്പ കിട്ടിയിട്ടുണ്ട്. അപ്പൊ വൈകുന്നേരം ആകുമ്പോ ഏട്ടൻ മീനും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ മീൻ കഴിക്കില്ല, ഞാൻ വല്ല വെളിച്ചെണ്ണയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. നല്ല അയല മീനാണ്, അപ്പൊ അതും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ മീൻ കഴിക്കാൻ മക്കൾ ചേട്ടനൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ശ്രീകുട്ടി ഇന്ന് ഇവിടെ ഇല്ല. ശ്രീകുട്ടി അവിടെ അച്ഛമ്മയുടെ അടുത്തേക്ക് പോയിട്ടാണ് കേട്ടോ. ശ്രീ മാത്രമേ ശ്രീകുട്ടി സീനും പോയിട്ടുണ്ട്. വൈകുന്നേരത്തെ സീനും ഇങ്ങോട്ട് വരും. അപ്പോ അതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയിലാണ്. പുറത്തൊക്കെ ഇരുന്നിട്ടല്ലേ നമ്മൾ ആദ്യം മീനൊക്കെ നേരക്കിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പൊ പുറത്തൊക്കെ ചിലപ്പോൾ ഞാൻ ഇരിക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, ആകെ സ്മെല്ലടിക്കും. ഞാൻ ആ പുറത്തിരുന്ന് കഴുകുകയാണെങ്കിൽ അത് കഴിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ തുണിയൊക്കെ അലക്കി വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യും. ഇപ്പോൾ തുണി അലക്കലൊക്കെ ഇപ്പോൾ രാവിലെ കഴിഞ്ഞതല്ലേ, ഇനി ആ പരിപാടിയില്ല. പിന്നെ സിങ്ങിന്റെ അടുത്ത് തന്നെ നിന്നിട്ട് ഒക്കെ ചെയ്യണം. സിങ്കിന്റെ അടുത്ത് നിന്ന് ചെയ്തിട്ട് പിന്നെ സിങ്കൊക്കെ കഴുകി വീടിനൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടാ പിന്നെ അങ്ങനെ ഇരിക്കുമല്ലോ, വൃത്തിയാക്കി ഇരിക്കുമല്ലോ. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മൾ പിന്നെ കുട്ടികൾ ഇത്തിരിയല്ലേ കഴിക്കുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യം വാങ്ങിയാൽ 2-3 ദിവസമൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവും അവർക്ക്. അപ്പോൾ ഇന്ന് കുറച്ച് എടുത്തിട്ട് കറി വെക്കുന്നുള്ളൂ, ബാക്കി മീൻ അങ്ങനെ പനിയുള്ളത് കൊണ്ടാണ് കേട്ടോ സൗണ്ട് ഒരുമാതിരി ഇരിക്കുന്നത്. നല്ല ക്ലിയർ ഇല്ലാത്തത് പനിയുള്ളത് കൊണ്ടാണ്. തൊണ്ടയൊക്കെ അടഞ്ഞിട്ടുണ്ട്, തൊണ്ടവേദന ഉണ്ട്, തലവേദന ഉണ്ട്, അതുകൊണ്ടൊക്കെയാണ്. നല്ല ജലദോഷം ഉണ്ടായിരുന്നു. അപ്പോ പനിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഏട്ടൻ വൈകുന്നേരം ഒന്ന് വരുമ്പോ ഗുളിക വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ടുണ്ട്. മാറിയിട്ടില്ല വെച്ചാൽ അപ്പൊ നാളെ ഡോക്ടർക്ക് പോകണം. പക്ഷെ കുറവുണ്ട് കേട്ടോ. ഗുളിക കഴിച്ചപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ എണീറ്റ് വന്നത്. അങ്ങനെ ഡോക്ടർക്ക് പോവാതെ മരുന്നൊന്നും കഴിക്കാറില്ല. പക്ഷെ ഇന്നിപ്പോ രാത്രി എങ്ങനെയെങ്കിലും അധികം ഉണ്ടാകുന്ന വിചാരിച്ചിട്ടേ അങ്ങനെ. എപ്പോഴും വോയിസ് ഓവർ ആണ് കൊടുക്കാറ്. പനി അതിന് വയ്യാതൊക്കെ ഡയറക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനും സംസാരിച്ച് ഇൻട്രസ്റ്റ് തോന്നില്ല. നോക്കിയതാണ്, അതാണ് മെയിൻ ആയിട്ടുള്ള എങ്ങനെയുണ്ടെന്ന് കാര്യം. അറിയില്ല. 1-2 വീഡിയോസിലൊക്കെ ഞാൻ ഡയറക്റ്റ് വോയിസ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത് ഫുള്ള് വോയിസ് ഓവർ ഇല്ലാതെ ഇടണമെന്ന് വിചാരിച്ചാണ്. ചില ഭാഗങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇതിൽ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്. എനിക്ക് ദേഷ്യമൊക്കെ വരാറുണ്ട് വയ്യാതൊക്കെ വരുന്ന സമയത്തൊക്കെ. അവരോരോന്ന് ഇതാക്കുകയൊക്കെ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മളെ അമ്മമാർ എത്ര പറഞ്ഞാലും നമ്മൾ എത്ര വയ്യെങ്കിലും അവരെ കൂടെ തന്നെ ഇരിക്കുമല്ലോ. ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ സ്കൂളൊക്കെ അടച്ചു. അപ്പൊ അതിന്റെയൊക്കെ അതിനിപ്പോ ശ്രീകുട്ടി 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെ പറയുന്നത്. എന്താവോ എന്തോ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, അപ്പൊ പിന്നെ അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ചാനലിൽ ഷോർട്സ് ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വ്യൂ കുറച്ചൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. വെറും 39 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഉള്ള ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാനൊരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസിന് വേണ്ടിയിട്ട്, റെക്കമെൻഡേഷന് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഈ വ്ളോഗൊക്കെ തുടങ്ങിയ ശേഷം അതങ്ങനെ ഡിലീറ്റ് ചെയ്തു. എനിക്കറിയില്ലായിരുന്നു വീഡിയോസ് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആക്കിയത്. പക്ഷെ അവിടെ എനിക്ക് പണി കിട്ടി. അത് ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാനൽ മൊത്തം സ്ട്രൈക്കായി, ഒന്നിനും പറ്റാത്ത അവസ്ഥയായി. പിന്നെ മൊബൈൽ ഷോപ്പിലൊക്കെ കൊണ്ടുകൊടുത്തിട്ട് അതൊന്നും ശരിയായില്ല. പിന്നെ എങ്ങനെയൊക്കെയോ കുത്തി ശരിയാക്കി. ഇപ്പോൾ സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസമായിട്ടോളം ഏകദേശം ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. ഇപ്പോൾ വ്യൂസ് വരുന്നുണ്ട് കേട്ടോ. ലോങ് വീഡിയോസിന് ഒരു 10 വ്യൂ, ചിലപ്പോൾ 3 വ്യൂ 4 വ്യൂ അങ്ങനെയൊക്കെ വരുന്നുള്ളൂ. പക്ഷേ റീൽസിനാണ് ഇപ്പോൾ 2-3 റീൽസ് ഇട്ടതിന് 1.2K ഒക്കെ വരുന്നുണ്ട്. ചെറുതിൽ 1.1K അങ്ങനെ. എന്തായാലും 500-ന് മീതെ വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ഷോർട്സിന്. പിന്നെ കുറേ തെറ്റുകൾ ഒക്കെ പറ്റിയിട്ടല്ലേ നമ്മൾ പഠിക്കുക. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഒന്നും നടക്കാൻ പഠിക്കില്ലല്ലോ. വീണിട്ടല്ല പിന്നെ എണീറ്റ് നടക്കാൻ തുടങ്ങാം. പിന്നെ എനിക്ക് കിട്ടുന്ന വ്യൂസിനാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ടിനാണെങ്കിലും ഒത്തിരി താങ്ക്സ് ഉണ്ട്. നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുക കേട്ടോ. ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രൊമോഷനല്ല, ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക. കൂടെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളെ ഒരു കൂട്ടത്തിലൊരു അംഗമായിട്ട് എപ്പോഴും കാണണേ. ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട് വീഡിയോസ് ഇടുന്നതിലൊക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി തരണം. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ ഇതാ കപ്പ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെക്കട്ടെ അടുപ്പിന്റെ മുകളിൽ. അടുപ്പിലല്ല, ഇന്നിപ്പോ ഗ്യാസുമ്പിലാണ് വെക്കണത്. കാരണം അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ കത്തിക്കാൻ വയ്യല്ല. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ മീൻ കഴുകണം പണിയില്ല.
പ്ലാസ്റ്റിക് കവർ നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കവർ വരുമ്പോഴേ മുനിസിപ്പാലിറ്റിന്ന് ഹരിതകർമ്മസേനക്കാർ വരുന്ന സമയത്ത് അത് കൊടുക്കാറും പറ്റുള്ളൂ. നല്ലോണം ഞാൻ ഇപ്പൊ തന്നെ സിങ്കിൽ നിന്ന് കഴുകിയിട്ട് ഇടുമ്പോൾ അത് തോരാൻ പറ്റും. അപ്പൊ പിന്നെ അത് വരുമ്പോ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. കണ്ടോ, അയിലമീനാണ്, കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. എവിടെ മിഠായി? എവിടെ മിഠായി? മിഠായി എവിടെ? എവിടെ മിഠായിന്ന്? അച്ചോട്ട് വെച്ചോട്ട്. ഞാൻ അങ്ങോട്ട് വിട്ടേ അച്ഛനോടേക്ക്. അച്ഛനോടേക്ക് പോയിട്ടല്ലേ? അടുക്കളയിൻ്റെ ഉള്ളിൽ വന്നിട്ടേ നല്ലൊരു വോയിസ് ഒരൊട്ടും, ഒന്നാമത് എനിക്ക് വയ്യാത്തതിൻ്റെ സൗണ്ടിൻ്റെ ഒരു ഇതുണ്ട്, രണ്ടാമത്തെ കാര്യം അതിനകത്ത് എക്കോ അടിക്കുന്നുണ്ട്, അതാണ് വോയിസ് ക്ലിയർ ഇല്ലാത്തത്. ശ്രീനിപ്പോൾ വൈകുന്നേരം വരെ അച്ഛമ്മയുടെ വീട്ടിലല്ലേ ഉണ്ടായിരുന്നത്. വന്നപ്പോൾ അവൾക്കൊരു വാശി, ഉറക്കം വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇത്, സമയം ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. അങ്ങനെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി നാളേക്ക് വറക്കാനുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ബാക്കിയുള്ളത് ഇപ്പം എടുത്തിട്ട് നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് മീനിൻ്റെ മണം കേട്ടിട്ട് ഒരു വിരുന്നുകാരൻ വന്നിട്ടുണ്ട്. വിരുന്നുകാരനാണോ വിരുന്നുകാരിയാണോ എന്നറിയില്ല. ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന മീൻ കറി എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചട്ടി ചൂടാക്കി എണ്ണയൊന്നും ഒഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ഉലുവ ചേർത്ത് ഒന്ന് ജസ്റ്റ് ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോവാതെ ഫ്രൈ ചെയ്ത് വറുത്ത് മാറ്റി വയ്ക്കുക കേട്ടോ. പിന്നെ അതേ സെയിം ചട്ടിയിലേക്ക് തന്നെ കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക. എൻ്റെ കറികൾക്ക് പൊതുവെ എണ്ണ കുറവായിരിക്കും കേട്ടോ. കുറച്ച് മാത്രം വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിക്കുക. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ സവാള, ഏറ്റവും ചെറുത് മതി, ഒരുപാട് വലുതൊന്നും വേണ്ട, സവാള എടുത്തിട്ട് 2-3-4 കഷ്ണമാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ആ ഒരു പച്ചമണം വിടുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണ ചൂടായിട്ട് ആദ്യം ഇത്തിരി പെരുംജീരകം ഇടേണ്ടതായിരുന്നു, അത് മറന്നുപോയി. ഇപ്പം ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചിയൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഞാൻ ഇത്തിരി പെരുംജീരകം കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഉള്ളിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നന്നായി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി വേണമെങ്കിൽ ഒരു നുള്ളി ഇട്ട് കൊടുക്കുക, അതിൻ്റെ ആവശ്യമില്ല. അധികം മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഈ പൊടികൾ ചെറിയ തീയിലിട്ടിട്ട് വേണം എടുക്കാൻ. നല്ല സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടി അതിൽ ചേർത്തിട്ട് ഒന്നങ്ങോട്ട് അടച്ച് വെക്കുക കേട്ടോ. അടച്ച് വെച്ചിട്ട് സ്ലോ തീയിൽ ഒരു 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോഴേക്കും നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ചട്ടുകം വെച്ചിട്ട് അത് നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വിടുക. ചൂടാറിയ ശേഷം അതിനെ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഒരു കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും ലേശം ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ അതേ സെയിം ചീനച്ചട്ടിയിൽ നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കലക്കി വെക്കുക കേട്ടോ. കലക്കി അടുപ്പത്തോട്ട് വെക്കുക. അപ്പോഴേക്കും ഇതാ ഇവിടെ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് നല്ല വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുത്തി ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യുന്നത് നിങ്ങളാരും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. മീൻകറി കഴിക്കാത്ത ഞാൻ മാത്രം ചെയ്യുന്നതാണ് ഇത്. നിങ്ങളെല്ലാവരും മീൻ കഴിക്കുന്നത് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യണം. അതിൽ നിന്ന് കുറച്ച് കറിയെടുത്ത് ഞാനൊരു ഡവറയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കറിയിലേക്ക് മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുത്തിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം തിളപ്പിക്കും. ഇപ്പോൾ ആ ഗ്രേവി നന്നായിട്ട് കുറുകി വെട്ടി തിളയ്ക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് കുറുകാനുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത്
നമ്മൾ ഗ്യാസ് ഒന്ന് സിമ്മിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഓളം വീണ്ടും ചെറിയ തീയിലിട്ട് തിളപ്പിക്കുക. ഇതാണ് കറിയുടെ നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ. അങ്ങനെ നന്നായിട്ട് കുറുകി നല്ല ചുമന്ന കളറോട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ഫസ്റ്റ് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉലുവുണ്ടല്ലോ, അത് നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് നന്നായിട്ട് കുത്തി പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചതയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കല്ലോ എന്താണെന്ന് വെച്ചാൽ അതിലിട്ടൊന്ന് ചതച്ച് പൊടി പൊടിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഒരു പിടി പച്ച കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് മീനില്ലാത്ത മീൻകറി ഞാൻ എടുക്കും. മീനിട്ട മീൻകറി ഏട്ടനും കുട്ടികൾക്കൊക്കെ കുട്ടികളില്ല, ശ്രീകുട്ടി ഉണ്ട് എന്നുള്ളൊരു ഓർമ്മയാണ്. ശ്രീകുട്ടി ഇപ്പോൾ അച്ഛൻ്റെ ആണല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് കഴിക്കാൻ പോവാ കേട്ടോ. ശ്രീകുട്ടി ഇല്ലാത്തൊരു സങ്കടം ഉണ്ട്. ദിവസേന ഇവിടെ ഉള്ളപ്പോഴേ അടിയും പിടിയും വഴക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നതാണ്. ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ആകെ മൊത്തം വീട് സൈലന്റ് ആണ്. ശ്രീനെ പിന്നെ പൊതുവെ കുറച്ച് സൈലന്റ് ആണ്. ഇപ്പൊ പിന്നെയും കുറച്ചും കൂടെ ഒക്കെ വന്ന് സൗണ്ട് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾ പൊതുവെ സൈലന്റ് ആയിരുന്നു. പിന്നെന്താ, ഓരോ പ്രായത്തിനനുസരിച്ച് അവർക്ക് ഓരോരോ മാറ്റങ്ങൾ വരുമല്ലോ. അപ്പൊ അങ്ങനെ ശ്രീകുട്ടി ഇപ്പൊ വിരുന്ന് പോയ കൊണ്ടേ കുറച്ച് സൈലന്റ് ആണ് വീട് മൊത്തം. അപ്പൊ ഓക്കെ, ഇന്നത്തെ വീഡിയോസും കാര്യങ്ങളും ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. നെക്സ്റ്റ് നല്ല വീഡിയോസുമായി കാണും വരേക്കും ടാറ്റാ ബൈ ബൈ.